ഒരു പ്രണയഭംഗത്തെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പാതിരിയാകാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം 12-ാം വയസ്സിൽ പ്രണയം വെളിപ്പെടുത്തിയ കൂട്ടുകാരി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ബ്യൂണസ് ഐറസിലെ ബാല്യകാലത്ത് അയലത്തെ വീട്ടിലെ പെൺകുട്ടിയായിരുന്ന അമാലിയ ദമാണ്ടയോടാണ് അദ്ദേഹം പ്രണയ അഭ്യർത്ഥന നടത്തിയത്. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ എതിർപ്പുകൊണ്ട് അമാലിയ ആ പ്രണയം സ്വീകരിച്ചില്ല. ഹോർഹെ മരിയോ ബെർഗോളിയോയുടെ കാമുകിയായിരുന്നു അമാലിയ ദമോണ്ടെ. ആ 12-കാരിയോട് മരിയോ ബെർഗോളിയോയ്ക്ക് അളവില്ലാത്ത പ്രണയമായിരുന്നു. നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ പോയൊരു പാതിരിയാകുമെന്ന് വരെ അവൻ അവളോട് പറഞ്ഞു. പക്ഷേ അമാലിയയ്ക്ക് അവളുടെ പപ്പയെയും മമ്മിയെയും പേടിയായിരുന്നു. പഠിക്കേണ്ട സമയത്ത് അയലത്തെ ചെക്കനുമായി പ്രേമിച്ചു നടക്കുന്നുവെന്നറിഞ്ഞാൽ അവരുടെ വിധം മാറും. ചിലപ്പോൾ നല്ല തല്ലു കിട്ടിയെന്നും വരും. അമാലിയ ഹോർഹെ മരിയ ബെർഗോളിയോയോട് നോ പറഞ്ഞു. അതുവരെ ബെർഗോളിയോയ്ക്ക് പൗരഹിത്യം ഏറെ വിദൂരത്തുള്ള ഒരു സങ്കല്പമായിരുന്നു. പിന്നെ ക്രമേണ അവനത് ജീവിത ലക്ഷ്യവും വ്രതവുമായി. ബെർഗോളിയോ വളർന്ന് ഈശോ സഭയിലെ ഒരു പാതിരിയായി, ബിഷപ്പായി, പിന്നെ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി. 2013 സ്ഥാനാരോഹണത്തിന് പിന്നാലെയാണ് പോപ്പ് ഫ്രാൻസിസിന്റെ 12-ാം വയസ്സിലെ കൂട്ടുകാരി അമാലിയ ദമോണ്ടെ ഈ പ്രണയകഥ ലോകത്തോട് പറഞ്ഞത്. പാപ്പയുടെ ആത്മകഥയിലും അമാലിയ എന്ന ബാല്യപ്രണയം സാന്ദ്രമായി വെളിപ്പെടുന്നുണ്ട്. ബ്യൂണസ് ഐറിസിലെ ഫ്ലോറസിലുള്ള മെംബ്രില്ലർ തെരുവിലെ ബെർഗോളിയോയുടെ വീടിന് 4-5 വീടപ്പുറമായിരുന്നു അമാലിയ ദമോണ്ടയുടെ വീട്. അടുത്ത വീട്ടിലെ പെൺകുട്ടിയെ കണ്ടുകണ്ട് അവൻ ഇഷ്ടമായി. പതിയെ പതിയെ അവൾക്കും. ഒരു ദിവസം കുഞ്ഞു ബെർഗോളിയോ ഒരു കത്തെഴുതി അവൾക്ക് നൽകി. പ്രിയ അമാലിയ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്. നീ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോയൊരു പാതിരിയാകും. ആ കത്തിൽ അവനൊരു വീട് വരച്ചിരുന്നു. ചുവന്ന മേൽക്കൂരയുള്ള ഒരു വെളുത്ത വീട്. പിന്നീട് അസോസിയേറ്റഡ് പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അമാലിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കല്യാണം കഴിഞ്ഞ് നിനക്ക് വേണ്ടി ഞാൻ ഈ വീട് വാങ്ങുമെന്ന് ബെർഗോളിയോ അന്ന് എന്നോട് പറഞ്ഞു. കൂട്ടുകാരന്റെ പ്രണയാഭ്യർത്ഥനയ്ക്ക് അമാലിയ ഇങ്ങനെ മറുപടി കൊടുത്തു, ഇതൊക്കെ ബാലിശമായ തോന്നലാണ് ബെർഗോളിയോ, അതിലപ്പുറം ഒന്നുമില്ല. എന്നിട്ടും അവൾ ആ കത്ത് വാങ്ങാതിരുന്നില്ല. അത് വീട്ടിൽ പിടിക്കപ്പെടുകയും ചെയ്തു. പപ്പയും മമ്മയും വല്ലാതെ ദേഷ്യപ്പെട്ടു. അവളുടെ മമ്മ ബഹളം വെച്ചു, എന്റെ ദൈവമേ, ഇത് നോക്കൂ, ഈ പെണ്ണിന് ആൺപിള്ളാർ പ്രേമക്കത്തെല്ലാം കൊടുത്തു തുടങ്ങിയല്ലോ. മകളുടെ കാമുകനെ ചൂലുമായി ഓടിക്കാൻ വരെ അവർ നോക്കി. പപ്പ അവളുടെ തലക്കിട്ട് കിഴുക്കി. അന്നു മുതൽ വീട്ടുകാർക്ക് അവളുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. സ്കൂളിൽ കൊണ്ടുവിടാനും തിരികെ കൊണ്ടുവരാനും തുടങ്ങി. ബെർഗോളിയോയെ കാണാനുള്ള എല്ലാ വഴിയും വീട്ടുകാർ അടച്ചു. അധികം താമസിയാതെ ബെർഗോളിയോ കുടുംബം മെംബ്രില്ലർ സ്ട്രീറ്റിൽ നിന്ന് താമസം മാറി. അവൻ ബ്യൂണസ് ഐറിസ് സർവകലാശാലയിലും വില്ല ഡെവോട്ടോ സെമിനാരിയിലും പിന്നെ ചിലിയിലെ സാന്തിയാഗോ പാദ്രെ ഹുർത്താദോയിലുമെല്ലാം പഠിക്കാൻ പോയി. വൈദിക പഠനം കഴിഞ്ഞ് ബെർഗോളിയോ ഈശോ സഭയിലെ പാതിരിയായി. അമാലിയ ദമോണ്ടയുടെ കുടുംബവും ബ്യൂണസ് ഐറിസിൽ നിന്ന് മാറിപ്പോയി. കല്യാണം കഴിഞ്ഞ് മക്കളും കൊച്ചുമക്കളുമൊക്കെയായി അവരുടെയും ജീവിതം ഒഴുകി. പിന്നീടും 2 തവണ പ്രണയപരിസരങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് പോപ്പ് ഫ്രാൻസിസ് ആത്മകഥയിൽ എഴുതി. സെമിനാരി പഠനത്തിന്റെ ആദ്യ വർഷം കണ്ടുമുട്ടിയ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, പിന്നെ ചിറ്റപ്പന്റെ വിവാഹ ചടങ്ങിനിടെ കണ്ട മറ്റൊരു സുന്ദരി. അത് രണ്ടും വെളിപ്പെടുത്താതെ പോയ ആകർഷണങ്ങളായിരുന്നു. ചിറ്റപ്പന്റെ കല്യാണ ദിവസം കണ്ട പെൺകുട്ടി പ്രാർത്ഥനയിൽ പോലും ശ്രദ്ധിക്കാനാകാത്ത വിധം ഒരാഴ്ചക്കാലം മനസ്സിൽ കിടന്നതിനെപ്പറ്റിയും പാപ്പ തുറന്നെഴുതി. ഇത്തരം ചില അപഭ്രംശങ്ങളില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാകില്ലല്ലോ എന്നും ഫ്രാൻസിസ് പാപ്പ. നിശ്ചയമായും 12-ാം വയസ്സിലെ ഒരു പ്രണയ തിരസ്കാരമാകില്ല ബെർഗോളിയോയെ ഫ്രാൻസിസ് മാർപ്പാപ്പയാക്കിയത്. അപാരമായ സത്യസന്ധതയും ആത്മാർത്ഥതയും നേർമയും കൊണ്ട് അദ്ദേഹം നമ്മളറിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയായി. ആ മനസ്സിന്റെ ആ തുറസ് അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും പാരാവാരമായി. ഈ വിയോഗ സമയത്ത് പാപ്പയുടെ നഷ്ടപ്രണയങ്ങളെയും ലോകം ഈ വിധം ധ്യാനസാന്ദ്രതയോടെ ഓർക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.